അതിലുള്ള ആ ഒരു സ്റ്റോറിയും അതിൻ്റെ ആ ഒരു പോക്ക്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പോക്കാണ് അതിൻ്റെ ട്വിസ്റ്റൊക്കെ ഉണ്ട് നല്ലപോലെ. ആ ട്വിസ്റ്റ് അതായിരുന്നു പ്രധാനം. അതായത് നമ്മൾ ഒന്നും ഉദ്ദേശിക്കും, പക്ഷേ സംഭവിക്കുന്നത് വേറെ, പക്ഷേ ആ വേറെ സംഭവിച്ചത് വളരെ നന്നായിരുന്നു. ക്യാരക്ടേഴ്സിനൊക്കെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്യാരക്ടേഴ്സ് വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് ആദർശ് രാജ വളരെ നന്നായി പെർഫോം ചെയ്തു. പുതുമുഖം ആണെങ്കിലും വളരെ നന്നായി പെർഫോം ചെയ്തു. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു അല്ലേ? മൊത്തത്തിൽ ഇഷ്ടം. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതെ, കഥയുണ്ട്. നല്ലൊരു സിനിമയാണ്. നല്ല വ്യത്യസ്തമുള്ളൊരു സിനിമയാണ്. കാരണം ഈ കാലം തെറ്റിയ ഒരു കാമനകളുണ്ടല്ലോ, മനുഷ്യൻ്റെ ഒരു ആർത്തി, സ്ത്രീകളെ കാണുന്ന രീതി, അത് അവനവനെ തന്നെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളത് വരച്ച് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഒന്ന് രണ്ടുപേരുടെ പ്രകടനം എടുത്തു പറയേണ്ടതായിരുന്നു. അമിത് ചക്കാലയ്ക്ക് നന്നായിട്ടാണ്. പിന്നെ ആദർശ് നല്ലൊരു ഭാവിയുടെ വാഗ്ദാനം. അങ്ങനൊരു ചെറിയ സിനിമ, കൂടുതലൊന്നും നമുക്ക് പറയുന്ന പോലെ കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് ആധുനിക കാലത്ത് പറയുന്ന പോലെ കൂടുതലൊന്നും കൊട്ടിഘോഷിച്ചിട്ടില്ലെങ്കിൽ വളരെ മനസ്സിനെ പഠിച്ചെടുക്കുന്ന സിനിമയാണ്. എടുത്തു പറയത്തക്കത് ഇതിൻ്റെ സംഗീതവും വളരെ നമ്മുടെ സിനിമയുടെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബിജുപാൽ വളരെ പടം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. എന്താണ് സിനിമയിൽ എടുത്തു പറയാനുള്ള? പുതിയൊരു മെസ്സേജ്, ആൾക്കാർക്കുള്ളൊരു മെസ്സേജ്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, എല്ലാവരും നല്ല കുഴപ്പമില്ലാത്ത വളരെ നല്ല സിനിമയാണ്. ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല സിനിമയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഥയാണ്. ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ വളരെ നല്ല, എനിക്ക് ഏറ്റവും നല്ല അഭിപ്രായമാണ്. ഈ കണ്ടംപററി വേൾഡിലെ ആൾക്കാർ കുട്ടികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. വളരെ നല്ലതായിട്ടിരിക്കും. അത് പിക്ചറൈസേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് നന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഋതുഭേദങ്ങളുടെ രാജകുമാരൻ്റെ കഥ വളരെ ഭംഗിയായി കലക്ട് ചെയ്തിരിക്കുന്നു. വളരെ നന്നായി. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോരുത്തരുടെ അവരവരുടെ പാട്ടുകൾ അവരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് PR രാജശേഖരൻ, സാബു മോൻ, അതുപോലെ എല്ലാവരും അവരവരുടെ റോളുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അമിത് ചക്കാലയ്ക്കലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചക്കാലയ്ക്കൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം അതൊരു ഭയങ്കര ട്വിസ്റ്റായിരുന്നു. അത് വളരെ നല്ലൊരു എൻഡും നല്ലതാണ്. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ആദ്യം മുതലേ ട്വിസ്റ്റാണ്. അവസാനം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അവസാനം വളരെ നന്നായിരിക്കുന്നു. നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഒരു പ്രിജുഡീസ് മൈൻഡോടുകൂടി വരണ്ട, വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാം എന്നുള്ളൊരു ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾ കാണേണ്ട സിനിമയാണ്. യൂത്തൊക്കെ വളരെ എൻജോയ് ചെയ്യും. അവർക്കുള്ള ഒരു സന്ദേശമാണ് സിനിമ. വളരെ നന്നായിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കണ്ടപ്പോൾ ഒരു എൻ്റർടൈനർ ആവണമെന്നാണെന്ന് വിചാരിച്ചത്. എൻ്റർടൈനർ എന്നുള്ള അത് ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് പത്മനാഭൻ സാറിൻ്റെ സ്റ്റോറിയിൽ ഓരോ ക്യാരക്ടറിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവരികയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ട്വിസ്റ്റുകളും വളരെ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. പുതിയ തലമുറയിലുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ അഭിനയമൊക്കെ? എനിക്ക് ആദർശിൻ്റെ പുതിയ ഹീറോ വളരെ നന്നായിട്ടുണ്ട്. ആദ്യത്തെ ചിത്രമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ അമിത് ചക്കാലയ്ക്കൽ ഒരു പ്രൂവണായിട്ടുള്ള ഒരു ആക്ടറാണ്. വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മ്യൂസിക് വളരെ ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല മൊമെൻറ്റം കീപ്പപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പാട്ടുകളും നല്ല പാട്ട്, നല്ല രീതിയിൽ ക്യാമറയും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. കണ്ടിരിക്കേണ്ട ചിത്രമാണ്. ടെക്നിക്കൽ പ്രൊഫഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓഡിയോയിലായിരുന്നാലും ശരി, വീഡിയോ പാർട്ടായിരുന്നാലും ശരി, എല്ലാം വളരെ നല്ല ലൊക്കേഷൻസ്, നല്ല പടം. പടം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. എന്താണ് സിനിമയിൽ എടുത്തു പറയാനുള്ള? പുതിയൊരു മെസ്സേജ്, ആൾക്കാർക്കുള്ളൊരു മെസ്സേജ്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, എല്ലാവരും നല്ല കുഴപ്പമില്ലാത്ത